പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ലാസ്റ്റായിട്ട്, അവസാനമായിട്ട്, വിശ്വാസ വളർച്ചയുടെ 10 ദിവസത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് 2 10:1-5-7 ഒരിക്കൽ കൂടി വായിക്കാം. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും. ഇതുവരെ അപ്പൊ ജ്ഞാനത്തെ ആത്മസംയമനമാണ്. കാര്യം എന്താ കാര്യം? ജ്ഞാനം അഹങ്കാരം ജനിപ്പിക്കുന്ന കാരണം അതിനെ അതിജീവിക്കണമെങ്കിൽ ജ്ഞാനമുള്ളവർക്ക് എന്ത് ചെയ്യണം? എടുത്തു ചാട്ടാൻ പറ്റത്തില്ല. തോക്കിൻ്റെ കത്ത് കയറി വെക്കരുത്. എനിക്കറിയാം, നിങ്ങൾ മിണ്ടണ്ട, ഞാൻ പറയാമെന്ന് പറയത്തില്ലേ, അതല്ല. ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടുപോകും. ആത്മസംയമനം പിന്നെന്താ? ആത്മസംയമനത്തിന്റെ പേര് ഒരാൾക്ക് ആത്മസംയമനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടിയ നിലവാരമുള്ള വിശ്വാസമായിക്കൊണ്ടെന്ന് എൻ്റെ അർത്ഥം. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ആത്മസംയമനത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസത്തെ വളർച്ചയുടെ വിവിധ പരിഷ്കൃത രൂപങ്ങളെക്കുറിച്ചാണ്. സംസ്കൃത രൂപങ്ങൾ, വിശ്വാസത്തിന്റെ സംസ്കരിക്കപ്പെട്ട രൂപങ്ങൾ. ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ. അപ്പൊ ഈ സമ്പൂർണമാക്കുക, അപ്പൊ ഇവിടെ എന്തൊക്കെ കാണുന്നത്? എന്താണ് നമ്മൾ ആദ്യം കണ്ടത്? അതായത് ആത്മസംയമനത്തെയാണ്. ഒരാൾക്ക് ആത്മസംയമനം ഉണ്ടാകണമെങ്കിലേ, ആത്മസംയമനം ഒരു അരമണിക്കൂർ ആത്മസംയമനം, 5 മിനിറ്റ് ആത്മസംയമനം അല്ല, ദീർഘാത്മസംയമനമാണ്. അതിനാണ് ക്ഷമയാണെന്ന് പറയുന്നത്. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മസംയമനം നമുക്ക് പുരോഗമിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അരമണിക്കൂർ ആത്മസംയമനം ആയിപ്പോവും. അപ്പം ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, എന്നുവെച്ചാൽ ആത്മസംയമനം തന്നെ, ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹം. ആ സഹിക്കുന്ന സ്നേഹം, ആത്മസംയമനം ഉള്ളിടത്തെല്ലാം അത് പ്രൊലോങ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സഹിക്കുന്ന സ്നേഹം അഭ്യസിക്കണം. ഈ സഹിക്കുന്ന സ്നേഹം എന്ന് പറയുന്ന ആത്മസംയമനം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ ഏറ്റവും റിഫൈൻഡ് രൂപമാണ്. വിശ്വാസം തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യണത്, കിട്ടണത്. ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, പിന്നെന്താണ്? ക്ഷമയെ ഭക്തി കൊണ്ടും. ഇത്രയും കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഭക്തി ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള ഒട്ടലാണ്, തിക്തം. ഭഗവാനുമായിട്ട് തിക്തമായിരിക്കുന്ന സംഭവമാണ് ഭക്തി. രക്തം, രജോ ഗുണവുമായിട്ട് ഒട്ടി നിൽക്കണത്, അതാണ് രക്തം. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് ഒട്ടി നിൽക്കണത് ഭക്തി. അപ്പം ദൈവമായിട്ട് ഒട്ടി നിൽക്കുന്ന പരിപാടിക്കാണ് ഭക്തി എന്ന് പറയണത്. ആ ദൈവമായിട്ട് ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ കൈകൾ കൂപ്പി കമന്നടിച്ച് വീണിട്ട് കാര്യമില്ല. അതിനുള്ളിൽ എന്തൊക്കെ വേണം? ദൈവമായിട്ട് ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി. അത്രയും ക്ഷമ വരെ വന്നാൽ മാത്രമേ ദൈവമായിട്ട് ഒട്ടാൻ പറ്റത്തുള്ളൂ. ദൈവമായിട്ട് ഒട്ടി നിൽക്കണം. ദൈവത്തെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭക്തി നമുക്ക് തരണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി തരണത് സംതൃപ്തിയാണ്. ശരിക്കും ആരിലുള്ള സംതൃപ്തി? ദൈവത്തിലുള്ള സംതൃപ്തി. അതുകൊണ്ട് എപ്പോഴും ഭക്തിയെ എന്താണ് ചെയ്യേണ്ടത്? ഭക്തിയെ
ഭക്തി ഉണ്ടെങ്കിൽ ഈ ഭക്തി പ്രസരിപ്പിക്കുന്നത്, കൈമാറേണ്ടതും, ഭക്തിയിലൂടെ നേടിയെടുത്ത കൃപ എല്ലാം കൈമാറുന്നത് എല്ലാം സഹോദര സ്നേഹത്തിലൂടെയാണ്. സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും ഉപവിപ്രവർത്തനങ്ങളെ ഉപവികൊണ്ടും സമ്പൂർണ്ണമാക്കുവിൻ. അപ്പോൾ ഉപവി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ തന്നെ മുന്തിയ രൂപമാണ്. വിശ്വാസ വളർച്ചയാണ് ഈ ആഴ്ച മുഴുവൻ നമ്മൾ കണ്ടത്. അതിൻ്റെ മുന്തിയ രൂപങ്ങളുടെ ഓരോ രൂപങ്ങളെയും നമ്മൾ കണ്ടു. വിശ്വാസ വളർച്ച ഇതെല്ലാം നിനക്കുണ്ടെങ്കിൽ നീ കടുത്ത ദൈവവിശ്വാസിയായിട്ട് ദൈവം നിന്നെ കാണുന്നുവെന്ന് എൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ നീ അവിശ്വാസിയായി തുടരുന്നുവെന്നാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. 1000 നന്ദി. ഞങ്ങൾ എൻ്റെ പേര് മേരി. ഞങ്ങൾ ഇതെൻ്റെ മകനാണ്. ഞങ്ങൾ പെരുമ്പാവൂർ കോട്ടപ്പടി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്. ഞങ്ങളിവിടെ വന്നത് ആദ്യമായിട്ട് ഞങ്ങൾ തൃശ്ശൂരാണ് താമസിച്ചിരുന്നത്. അവിടെ ഞങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലവും ഒരു വീടുമുണ്ടായിരുന്നു. അവിടേക്ക് ഞങ്ങൾക്ക് 1 മീറ്റർ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ വഴിയിൽ അപ്പുറത്തെ വീട്ടുകാർ ഞങ്ങൾക്ക് സ്ഥലം നീക്കി കൊടുത്തിട്ട് വഴി തരാമെന്ന് പറഞ്ഞിട്ട് അത് തന്നില്ല. അപ്പോഴത്തേക്കും അപ്പോഴാണ് 18 ഞങ്ങൾ ഇവിടെ വന്ന് എൻ്റെ ചേച്ചി തൃപ്പൂണിത്തുറയിലുള്ള എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു, ഇങ്ങനെയൊരു കൃപാസനമുണ്ട്, നമുക്ക് അവിടെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോഴേ ഈ വഴിയില്ലാതെ കാരണം സ്ഥലമില്ലാത്ത കാരണം എൻ്റെ മോന് ഭയങ്കര വിഷമമായി. അവൻ ആ വീട്ടിൽ നിൽക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കണില്ല. ഇവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞു. അയാൾ ആ വീട് ഇപ്പുറത്തെ സ്ഥലം മേടിച്ചു. ഞങ്ങളുടെ വീട് ഇത്തിരി താഴ്ന്നതായിരുന്നു. 15 അടി താഴ്ച മുകളിലേക്ക് അയാൾ നമ്മുടെ വീട് മറച്ചിട്ട് അയാൾ മതിൽ കെട്ടി. അപ്പം ഇവന് ഭയങ്കര വിഷമമായി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വാടകയ്ക്ക് പോയി. അപ്പം ഞാനിവിടെ വന്ന് എടുത്ത് 5-ാമത്തെ ഇതിൽ ഞങ്ങൾ അച്ഛനെ കാണാൻ പറ്റി ഞങ്ങൾക്ക്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നു. അപ്പോൾ എൻ്റെ മോൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെയും ചേട്ടൻ്റെയും ജോലി നഷ്ടപ്പെട്ടു. പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി. 12 വർഷം ചേട്ടനും വർക്ക് ചെയ്തു, 8 വർഷം മോനും വർക്ക് ചെയ്തു. അത് പെർമനൻ്റ് അല്ലായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ടതോടുകൂടി നമ്മുടെ എല്ലാ വിഷമായി. അപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ആ സ്ഥലം വിൽക്കുവാൻ വേണ്ടിയിട്ട് അച്ഛനൊരു കാശ് രൂപം തന്നു. ആ ഫ്രണ്ടിലെ മുറ്റത്ത് അത് മണ്ണിൽ ഇട്ട് വെച്ച് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, മോന് കാശ് രൂപം കൊടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഏത് ആൾക്കാർ ആ വീട് മേടിക്കാൻ വന്നാലും അയാൾ വഴിയില്ല എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തി നിൽക്കുക. അതൊരാൾ വന്ന് 23.5 ലക്ഷത്തിന് സ്ഥലം മേടിച്ച് കരാർ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് മുഖേനയാണ് 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നായിരുന്നു. അപ്പോഴത്തേക്കും ബാങ്കുകാർ വന്നപ്പോഴത്തേക്കും ഈ മുകളിലുള്ള ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടെ വഴിയില്ല എന്ന് പറഞ്ഞു. വഴിയില്ലാത്ത കാരണം ബാങ്കുകാർ മടങ്ങിപ്പോയി. അപ്പോൾ അവർക്ക് ആ 1 ലക്ഷം അപ്പം തന്നെ കിട്ടണമായിരുന്നു. അത് നമ്മളുടെ കയ്യിൽ നിന്ന് വേറൊരു ഇതിൽ നമുക്ക് കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു, 2 ആളുടെയും ജോലി പോയി. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ പൈസ കുറച്ച് നമ്മൾ അതിൽ നിന്ന് ചിലവാക്കി. ഒരു കുറി ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. ആ കുറിയിലേക്ക് അടയ്ക്കാൻ പറ്റാതായപ്പോഴത്തേക്ക് അതിൽ നിന്ന് എടുത്ത് നമ്മൾ കുറി അടച്ചു. അപ്പോൾ അയാൾ കേസ് കൊടുത്തു, വക്കീൽ നോട്ടീസ് വന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരുടെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു അവധി പറഞ്ഞു, ഇത്ര പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വക്കീലിനോട് ഒരു അവധി പറഞ്ഞു, നമ്മൾക്ക് തന്ന പൈസയല്ലേ, നമ്മൾ മാതാവിനെ വിശ്വസിച്ച് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതൊരു തെറ്റായ വഴിയിൽ കൂടി നമുക്ക് പോവേണ്ട കാര്യമില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു കുറി ഉണ്ടായിരുന്നു, ആ കുറി വിളിച്ച് അവരുടെ പൈസ കൊടുത്തു.
അങ്ങനെ പിന്നെ ഒരാൾ വന്നു 20.5 ലക്ഷത്തിന്. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. 20.5 ലക്ഷത്തിന് വന്നു. അവർ വന്നു നോക്കി. പിറ്റേ ദിവസം നമുക്ക് കരാർ എഴുതാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അവർക്ക് വഴിയില്ല എന്ന്. നമുക്ക് 1/2 സെൻറ്റ് വഴി അവിടെ ഉണ്ട്, നമ്മുടെ ആധാരത്തിലും ഉണ്ട്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഒരാൾ മേടിക്കാൻ വന്നപ്പോഴത്തേക്കും ആ സ്ഥലം അളപ്പിക്കാൻ വന്നപ്പോൾ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ആധാരത്തിൽ കിടക്കുന്ന 1/2 സെൻറ്റ് ഇല്ല. അപ്പോൾ അത് മുകളിലേക്ക് നമുക്ക് വരുന്ന വഴിയാണ് ഈ 1/2 സെൻറ്റ്. അപ്പോൾ അങ്ങനെ അയാൾ തർക്കിച്ച് ആ വില്ലേജ് ഓഫീസർ തല്ലുകൂടി അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം ഒരാൾ 18 ലക്ഷത്തിന് എടുക്കാൻ വന്നു. ആ 18 ലക്ഷത്തിന് ഞങ്ങൾ വീട് കൊടുത്തു. 18 ലക്ഷത്തിന് വീട് കൊടുത്തപ്പോൾ നമുക്ക് ആ നാട്ടിൽ അത്രയും സ്ഥലം മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ അവിടെ വന്ന് ഞങ്ങൾ 7 സെൻറ്റ് സ്ഥലം വാങ്ങി. അപ്പം ഞങ്ങളുടെ കയ്യിൽ ആകെ 20 ലക്ഷം രൂപയുള്ളൂ. സ്ഥലം വാങ്ങി നമുക്ക് വീട് വെക്കാനുള്ള പൈസ ഇല്ലല്ലോ. അപ്പം ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവ് എങ്ങനെയെങ്കിലും എനിക്കിത് നന്നായി ഒരു വീട് നമുക്ക് കിട്ടണം, അതിനാണ് ഞാൻ ഇതാണ്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഒരു 1090 സ്ക്വയർ ഫീറ്റ് വീട് പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഒരു അടുക്കളയും ബാത്റൂമും പണിത് കയറാന്ന്. എങ്ങനെയൊക്കെയാണോ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് ആ മാതാവ് എനിക്ക് ആ വീടിലെ ഫുള്ള് പണിയും തീർത്ത് ഞങ്ങൾ ഇപ്പം ടൈലോട്ട് എല്ലാ പണിയും കഴിച്ച് മാതാവ് എനിക്ക് തന്നു. അതുപോലെ ഞങ്ങൾക്ക് കിണറുണ്ടായിരുന്നില്ല. ആ കിണർ വേറെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തത്. നമ്മൾ എന്നും ഒരാളുടെ വീട്ടിൽ വെള്ളം എടുക്കുന്നത് ശരിയല്ലോ എന്ന് വെച്ച് പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ 20,000 രൂപ പലിശക്കെടുത്ത് ഒരു കിറ്റാച്ച് കൊണ്ടുവന്നിട്ട് പകുതി ഭാഗം കിണർ കുത്തി. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് അതിൽ വെള്ളം പിന്നെ കിണറൂത്തുകാർ വന്നു. അതിൽ ഭയങ്കര പാറയായിരുന്നു പറഞ്ഞു. അപ്പോൾ ബ്രേക്കറിന് കുത്തി എടുക്കാമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഇത് പൊടിയുന്ന പാറയാണ്. മാതാവിൻ്റെ മുമ്പിൽ നിന്ന് 1000 വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി. വെള്ളത്തിന് വേണ്ടി നമുക്ക് പൈസ എടുക്കാനുമില്ല, ഒന്നിനുമില്ല. അങ്ങനെ നമ്മൾ ആ ഇത് കിണർ കുത്തി നമുക്ക് വെള്ളം നല്ല സമർത്ഥ്യമായിട്ട് കണ്ടു. ഞാനൊരു 1000 വിശ്വാസ പ്രമാണമല്ല ചെയ്തത്, കണ്ണീരോടുകൂടി ചെയ്തത്. അപ്പോഴത്തേക്കും വെള്ളം വന്നു. അപ്പം അതിന് ആൾമറ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആ സമയം ഇതായി. അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഈ ഇത് കെട്ടാനുള്ള വഴി ഞങ്ങൾക്ക് മാതാവ് തരണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആ കടം വീട്ടിയിട്ട് 35,000 രൂപ കടമെടുത്ത് പിന്നെ എൻ്റെ ആങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കിണർ ഇപ്പം കെട്ടി. അതാണ് ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ ഈ വീട് പണി കഴിഞ്ഞാലും ആ വീട് വിറ്റ് കഴിഞ്ഞാലും സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ ഇവിടെ മോന് ജോലിക്ക് പോകണം, ഒരു പ്രശ്നമില്ലാണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ കഴിയണം. പിന്നെ ഞാൻ ഇവിടെ തൃശ്ശൂരായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട് പള്ളി അടുത്തായിരുന്നു. എന്നും ഞാൻ കുർബാനയ്ക്ക് പോവുമായിരുന്നു. ഞങ്ങൾ കോട്ടപ്പടി വന്നപ്പോഴാണ് നമ്മൾക്ക് ഇത്തിരി 2 കിലോമീറ്റർ പോകണം ഇതിന്. അപ്പം ഞായറാഴ്ച പോകും, കൊന്തയ്ക്ക് പോകും, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകും. പിന്നെ പ്രേക്ഷിത ഇത് നമ്മൾ ആസ്പത്രികളിൽ 3 മാസം കൂടുമ്പോൾ അവർ ചോറ് അപ്പോൾ 5 പൊതി 6 പൊതി ചോറ് നമ്മൾ കൊടുക്കും. ഇത് എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി പറയുന്നു. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 വചനമാണ്. ജീവിതത്തിലെ എല്ലാ വേദനകളും ആശങ്കകളും പ്രശ്നങ്ങളും ഭയങ്ങളുമെല്ലാം നാം ഒറ്റയ്ക്ക് വഹിക്കേണ്ടവരല്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയുമാണ് കൂടെ ഉള്ളത്. ദൈവം തന്നെ അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവർ ഒരിക്കലും കുലുങ്ങുകയില്ല, തകർന്നു പോകില്ല. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, ഭാവി കാര്യങ്ങൾ, ജോലി, രോഗങ്ങൾ, സ്ഥലത്തിൻ്റെ അവസ്ഥകൾ, ഭവനമില്ലായ്മ എല്ലാം നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാരങ്ങളെല്ലാം കർത്താവാണ് ഏറ്റെടുക്കുന്നത്. അമ്മയാണ് നമ്മുടെ ഓരോ ഭാരങ്ങളും ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഉറപ്പുള്ളത് ദൈവം കൈവിടില്ല എന്നാണ്. അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ്, നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് കൃപാസനം അമ്മ. ആ ബലത്തോടെയാണ് നാം ഓരോ കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലുള്ളൊരു വലിയ സാക്ഷ്യമാണ് താങ്ങി നിർത്തുന്ന ഒരു ഉടമ്പടി സാക്ഷ്യം. ദൈവം കൂടെ നിൽക്കുന്ന
മക്കളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവാനുഭവമാണ് മേരി എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ വളരെ പ്രയാസത്തിലായിരുന്നു. സ്ഥലം വിൽക്കാനായിട്ട് സ്ഥലമുണ്ട്, ആധാർ പ്രകാരം വഴിയുമുണ്ട്, പക്ഷെങ്കിൽ വഴിയില്ല. അയൽവാസികൾ തടഞ്ഞു നിർത്തുന്ന വഴിയാണ്. അതുകൊണ്ട് ഒരു തരത്തിലും സ്ഥലം വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അതൊന്നും ശ്രമം നടന്നില്ല. പിന്നീടാണ് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി വസ്തുക്കളായ കാശുരൂപവും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വളരെ പ്രയാസപ്പെട്ട് എല്ലാ തടസ്സങ്ങളും മാറ്റി ആ സ്ഥലം വിൽക്കുവാൻ സാധിച്ചത്. പിന്നീട് എല്ലാ കാര്യവും മുന്നോട്ട് പെട്ടെന്ന് തന്നെയായിരുന്നു. പിന്നെ വീട് വെക്കാനായിട്ട് ഈശോ അമ്മയും പെട്ടെന്ന് സഹായിക്കുകയും അവിടെ കിണർ കുത്തിയപ്പോൾ പാറയാണ് കണ്ടത്. അതും അസാധ്യമാണെന്ന് തോന്നിയ സ്ഥലത്ത് അവിടെയും സാധ്യമാക്കി കൊടുക്കുകയാണ് ഈശോയും അമ്മയും. അവിടെ ഇവർ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം ആ പാറ പൊടിക്കാനായിട്ട് ബ്രേക്കർ ഉപയോഗിച്ചാൽ മതിയെന്നാണ് അവർ പറഞ്ഞത്. ആ കാര്യവും ദൈവം നടത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ എല്ലാ കാര്യത്തിലും താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളാണ് നമ്മൾ കാണുന്നത്. എല്ലാ കാര്യവും ഇവർ ദൈവത്തിൽ ഭാരമേൽപ്പിക്കുകയാണ്. നിൻ്റെ ഭാര്യം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ലെന്ന സങ്കീർത്തകൻ്റെ വചനമാണ് ഇവരുടെ ജീവിതത്തിൽ കൂടുതലും ശരിയായി പ്രായോഗികമായത്. അതായത് ഓരോ കാര്യത്തിലും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ പ്രത്യാശയോടെ ഇവർ മുന്നോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. കൃപാസന പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും വായനയിലൂടെയും ശുശ്രൂഷയിലൂടെയും ഒക്കെ നമ്മുടെ വിശ്വാസമാണ് ശക്തിപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഉടമ്പടി മക്കളുടെ ഉടമ്പടി ജീവിതത്തിലൂടെ. അങ്ങനെ നമ്മെ ജീവിതത്തിൽ കുലുങ്ങുവാനും നമ്മുടെ അമ്മയാണ് നമ്മളെ കുലുങ്ങാതെ തളരാതെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം, ആശങ്കകളും ജോലി കാര്യങ്ങളും ഭവനമില്ലായ്മയും എല്ലാം നമുക്ക് നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ അമ്മയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കൃപാസനം അമ്മ നമ്മുടെ കൂടെയുള്ള അമ്മയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ താങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മേരിക്കും മെജിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ഈശോ വഴി ഞങ്ങൾക്ക് സാധിച്ചു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ ഈ സന്നിധിയിൽ ആയിരിക്കുന്നത്. എൻ്റെ പേര് ചിന്നു, എൻ്റെ ഹസ്ബൻഡ് ക്രിസ്റ്റോപ്പോൾ, ഞങ്ങളുടെ മകളാണ് ഷാർലറ്റ്. ഞങ്ങൾ വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള മറ്റൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഞങ്ങൾ സെൻറ്റ് മേരീസ് ടൗൺ ചർച്ച് മറ്റൂർ ഇടവകാംഗങ്ങളാണ്. ഞാൻ 2018 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. 2021 സെപ്റ്റംബർ 15 ഞങ്ങളുടെ വിവാഹം. വിവാഹത്തിന് ശേഷം 9 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ ആ പ്രഗ്നൻസി ഒരു ഹെൽത്തി പ്രഗ്നൻസി ആയിരുന്നില്ല. കാരണം 2-ാം മാസത്തെ സ്കാനിങ്ങിൽ ചെന്നപ്പോഴാണ് കുഞ്ഞ് യൂട്രസിലല്ല, മറിച്ച് എൻ്റെ വലതുവശത്തെ ട്യൂബിലാണ് വളരുന്നത്. 2 മാസം ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ ട്യൂബ് റപ്ചേർഡ് ആയിരുന്നു. അങ്ങനെ ട്യൂബ് ഉൾപ്പെടെ ഏകദേശം 6 സെൻറ്റിമീറ്റർ നീളത്തിൽ എൻ്റെ വലതുവശത്തെ ട്യൂബ് റിമൂവ് ചെയ്തു. വിവാഹം കഴിഞ്ഞ് 9 മാസം ആയിട്ടുള്ളൂ. ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം വെറും 50% കുറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. എൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റൽ മാറി ഒരു സീനിയർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഇതിന് പോസിബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല. ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊരു കുഞ്ഞിനെ വേണ്ട, ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ള ഒരു നിലപാടിൽ ഞാനും ഹസ്ബൻഡും നിന്നു. പക്ഷെ മാസങ്ങൾ കടന്നു പോയി. ഓരോ മാസം ഒരു ദിവസം പീരീഡ്സ് ലേറ്റായ ഞങ്ങൾ വേഗം ടെസ്റ്റ് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് നെഗറ്റീവായിരുന്നു റിസൾട്ട്. അങ്ങനെ മാസങ്ങൾ ഓരോന്ന് കടന്നുപോയി, വർഷങ്ങൾ ഓരോന്നിങ്ങനെ പോകാൻ തുടങ്ങി. 1 വർഷം, 2 വർഷം, 3 വർഷം ഞങ്ങൾക്ക് പറ്റാതെയായി. മാനസികമായിട്ട് വളരെയധികം തളരാൻ തുടങ്ങി.
അപ്പോഴാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു അച്ഛൻ, ഒരു ഫാദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാം. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയിട്ട് കൃപാസന മാതാവിൻ്റെ അടുത്തൊന്ന് പോയി പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കുക, പരിശുദ്ധ അമ്മ നിനക്ക് എന്തായാലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കും. ഞാനിവിടെ 2018 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയ ഒരാളാണ്. പക്ഷെ ഒരു ഇടവേളയിൽ ഞാൻ കൃപാസന മാതാവിനെ കുറിച്ചിട്ട് ഞാൻ മറന്നു. പക്ഷേ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കൃപാസന മാതാവാണ്. ഇനി മാതാവ് മാത്രമാണ് എനിക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ഞാനും ഹസ്ബൻഡും, ഞാൻ മുമ്പേ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ലഭിച്ച നിയോഗങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചത്, അതുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിച്ച് 2024 മെയ് മാസം 24-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. കൃപാസന മാതാവ് യഥാർത്ഥത്തിൽ സഞ്ചാരി മാതാവ് തന്നെയാണ്. കാരണം മാതാവ് ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞങ്ങൾ അറിയാതെ തന്നെ പരിശുദ്ധ മാതാവ് ഉയർത്തുകയായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലും. ഉടമ്പടി തൈലം ഞങ്ങൾ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ നേർച്ച വസ്തുവായ ഉപ്പ് ഞങ്ങൾ ഉപയോഗിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഉടമ്പടി ധ്യാനമായിരുന്നു. കാരണം ഓരോ ഉടമ്പടി ധ്യാനം, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ലൈവ് കാണാൻ ഞങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഞങ്ങളത് ഉപവസിച്ചിട്ടായിരുന്നു ഞങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല ഉടമ്പടി ധ്യാനങ്ങളിൽ അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാകും. ഞങ്ങളങ്ങനെ പരസ്പരം ഞങ്ങളങ്ങനെ സമാധാനിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ 3 മാസം കഴിഞ്ഞു. ഈ 3 മാസം ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാ ഉടമ്പടി കാര്യങ്ങളും ചെയ്തു വന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കാൻ ഞാനിവിടെ വന്നു. ഉടമ്പടി പുതുക്കാൻ നേരത്ത് വീണ്ടും നമുക്കറിയാം 6 നിയോഗങ്ങൾ സമർപ്പിക്കണം. പക്ഷേ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്, എൻ്റെ കുടുംബം പൂർത്തീകരിക്കണം. ഞാൻ മാതാവിൻ്റെ ഏറ്റവും ആദ്യത്തെ നിയോഗമായിട്ട് അത് സമർപ്പിച്ചു. വീണ്ടും ഞാൻ എഴുതിയ എൻ്റെ മറ്റൊരു നിയോഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികൾക്കും വേണ്ടിയിട്ടായിരുന്നു. പിന്നെയും 3-ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല മാതാവേ, പക്ഷെ എനിക്ക് സഹിക്കാനുള്ള കൃപ തരണം. പിന്നെ ഞാൻ എന്തൊക്കെയോ നിയോഗങ്ങൾ എഴുതിയത് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ താഴെ വന്നപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി. ജോസഫ് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്ങിന് വേണ്ടി വന്ന് നിന്നു. അച്ഛൻ ഞങ്ങളെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഞങ്ങൾക്ക് കാശുരൂപം തന്നു. അച്ഛൻ സൈത്തിൽ കൈമുക്കി അടിവയറ്റിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അതിനുശേഷം അച്ഛൻ ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാനാണ് പരിശുദ്ധ മാതാവ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ആ സന്തോഷത്തിൽ, ആ ഒരു ആത്മീയ സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ടേക്ക് മടങ്ങി. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കൂടി ഞങ്ങളുടെ വ്യഗ്രത മുഴുവനും എങ്ങനെ നമുക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടുത്താം, ഉടമ്പടി എങ്ങനെ നമ്മൾ ഉപയോഗപ്രദമാക്കാം, ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു മാസം കഴിഞ്ഞ് എൻ്റെ ഉടമ്പടി പുതുക്കി 1 മാസത്തിന് ശേഷം ഞാനൊരു കാറ്റഗിസ് അധ്യാപികയാണ്. സൺഡേ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഉച്ച സമയത്ത് വീട്ടിലോട്ടേക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരോ പറയുന്ന പോലെ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങ്. അങ്ങനെ ഞാൻ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി. നമുക്കറിയാം ഏർലി മോർണിംഗിൽ ആണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. പക്ഷെ ഞാൻ നേരെ വന്ന് എൻ്റെ റൂമിൽ കയറി ഞാൻ അതിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. ഞാൻ നോക്കുമ്പം 3 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രഗ്നൻസി കിറ്റിൽ എനിക്ക് 2 ലൈൻസ് തെളിഞ്ഞു വന്നു. അന്ന് ഹസ്ബൻഡും ആരും വീട്ടിലുണ്ടായിരുന്നില്ല. ഞാനന്ന് ഒരുപാട് കരഞ്ഞു. ഞാനന്ന് ഒരുപാട് മാതാവിനോട് നന്ദി പറഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡുമായിട്ട് ഇത് ഷെയർ ചെയ്തു. അതിനു മുമ്പ് ഒരു 2 അനുഭവങ്ങൾ കൂടി ഞങ്ങൾക്കുണ്ടായി. അതിലൊന്നാമത്തെ കാര്യം എൻ്റെ ഹസ്ബൻഡിനുണ്ടായ സ്വപ്നമായിരുന്നു. എന്നേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ മാതാവ് ആത്മീയമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഉയർത്തുന്നതായിട്ട് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഒരാഴ്ച പ്രഗ്നൻസി ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ ഒരു ദേവാലയത്തിൽ അച്ഛനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ജോസഫ് അച്ഛൻ ഹസ്ബൻഡിൻ്റെ പേര് ചൊല്ലി വിളിക്കുകയാണ്, ക്രിസ്റ്റോ
നിങ്ങളെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്ത് ഇദ്ദേഹം നേരത്തെ ഷെയർ ചെയ്തിരുന്നു. മാത്രമല്ല അച്ഛൻ തന്ന കാശുരൂപം, ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. അത് കൂടാതെ തന്നെ അച്ഛൻ തന്ന കാശുരൂപം, അച്ഛൻ അത് പില്ലോയുടെ താഴെ വെച്ച് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, നമ്മൾ ഡേ ടൈമിൽ നമ്മൾ ജോലിക്ക് പോവും. ഞാനതെൻ്റെ ഡ്രസ്സിൽ എൻ്റെ വയറിനോട് ചേർത്ത് പിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് കിട്ടി. പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും എൻ്റെ വയറ്റിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഓരോ സ്കാനിങ്ങിൻ്റെ ടൈമിൽ ചെല്ലുമ്പോഴും ഈ അച്ഛൻ തന്ന കാശുരൂപം ഞാൻ മുറുകെ പിടിക്കും. ഞാനത് വയറ്റിനോട് ചേർത്ത് പിൻ ചെയ്യും. സ്കാനിങ്ങിൻ്റെ ടൈമിലെല്ലാം ഇതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നിമിഷം പോലും ഈ ഒരു കാശുരൂപം ഞാൻ എങ്ങും വെച്ചിരുന്നില്ല. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം, ഈ കാശുരൂപം ഞാൻ സ്കൂളിൽ ഒരു പ്രൈവറ്റ് സ്കൂൾ അധ്യാപികയാണ്. ഞാൻ ICSE ISC സിലബസിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സിലബസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പോകുമ്പോഴായാലും ഞാൻ പിന്നീട് എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷം ഞാൻ ഈ ലോക്കറ്റ് ഞാനിങ്ങനെ കൊന്തയിൽ പിൻ ചെയ്തു. ഞാനിതെൻ്റെ പോക്കറ്റിലിടും. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എൻ്റെ ലോക്കറ്റിൽ ഞാൻ മുറുകെ പിടിക്കും. മാതാവിനോട് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ മാതാവ്, ഞാൻ 12th ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് വഴി പരിശുദ്ധ അമ്മ മാതാവ് ഈ കുട്ടികളെയും വളരെയധികം തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. അവർക്ക് എല്ലാവർക്കും 2025 എക്സാമിനേഷന് ഉന്നത വിജയം നൽകി. അതും എൻ്റെ സബ്ജക്റ്റ്, നമുക്കറിയാം ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയാക്കി അതിനെ മാറ്റി. മാത്രമല്ല ഉന്നത വിജയത്തോടെ എല്ലാ കുഞ്ഞുങ്ങളും പാസ്സായി. അങ്ങനെ എൻ്റെ 9 മാസം പ്രഗ്നൻസി ജേണി കഴിഞ്ഞു. 2025 ജൂലൈ മാസം 16-ാം തീയതി തിരുസഭ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കുഞ്ഞിന് ഞങ്ങൾ ഷാർലറ്റ് മറിയം പോൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ സൂചകമായിട്ട് ഞങ്ങൾ മറിയം എന്ന് അവൾക്ക് പേരിൽ ചേർത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. എന്നേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു ഉടമ്പടിയെ ഒരുപാട് സീരിയസ് ആയിട്ട് എടുത്ത ഒരാളാണ്. കാരണം എന്നേക്കാൾ ഉപരിയായിട്ട് ഹസ്ബൻഡ് എല്ലാ പ്രാർത്ഥനയും എന്നെപ്പോലെ തന്നെ ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് ധ്യാനത്തിൻ്റെ സമയത്തായാലും, ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കില്ല, അദ്ദേഹം ലൈവ് കാണുകയാണെങ്കിൽ എന്നോട് ചിലപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യും, എനിക്കിന്ന് മാതാവിൻ്റെ സുഗന്ധം കിട്ടി. മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങൾക്ക് പല സമയങ്ങളിലായി പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഞങ്ങളുടെ മുറിയിൽ ഒരു പ്രത്യേക സുഗന്ധം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. നമുക്കറിയാം നമ്മളെല്ലാവരും പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾ യൂസ് ചെയ്യാത്ത ഒരു പ്രത്യേക ഫ്രാഗ്രൻസ് അറിയില്ല അതെങ്ങനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. കാരണം അതുപോലുള്ളൊരു ദൈവിക സുഗന്ധമായിരുന്നു ഞങ്ങൾക്ക് അന്ന് അനുഭവപ്പെട്ടത്. ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു, മാതാവിൻ്റെ കയ്യിൽ ഉണ്ണീശോനെ ഉള്ള രൂപം കാണുമ്പോൾ ഞാൻ പറയും, മാതാവേ എനിക്ക് ഇതുപോലെ ഒരു കുഞ്ഞിനെ എനിക്കും എൻ്റെ കയ്യിൽ വെച്ച് തായോ. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നായിരുന്നെങ്കിൽ, ഉടമ്പടിക്ക് ശേഷം ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ ഉരുവിടാൻ തുടങ്ങി എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്നുള്ള സുഹൃത ജപം. എൻ്റെ ആ ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ മുഴുവനും എന്നെ താങ്ങി നിർത്തിയത് ഈ ഒരു സുഹൃത ജപമായിരുന്നു, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തിരുന്നത് കൃപാസന പത്രം ഞങ്ങൾ വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന വീഡിയോസ്, സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു വലിയ സാക്ഷിയാണ്. ഞങ്ങൾ കാണുന്നവരോടൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചിട്ട് ഞങ്ങൾ പറയാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ അടുത്തുള്ള അനാഥാലയങ്ങളിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങളുടെ അനാഥാലയങ്ങൾ മുതൽ പ്രായമായവരുടെ അടുത്ത് വരെ ഞങ്ങൾ പോകും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഫുഡ് കൊടുത്ത് സഹായിക്കാറുണ്ട്. ഞങ്ങൾ ഫുഡ് പാക്കറ്റ്സ് കൊടുക്കാറുണ്ട്. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ കാരണം ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ ഇപ്പോഴും ഞങ്ങൾ ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്.
പരിശുദ്ധ മാതാവ് ഈശോ വഴി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയ ഈ ഒരു അനുഗ്രഹത്തിന് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം പൂർത്തീകരിച്ചതിന് കൃപാസനം പ്രസാദവര മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. ചിന്നു ക്രിസ്റ്റോ എന്ന ഈ ദമ്പതികൾ വളരെ ശക്തമായ, വളരെ ആത്മാർത്ഥമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മക്കളിവിടെ ഏറ്റുപറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിലെ ശക്തിയിൽ അവർക്ക് അവരുടെ ജീവിതഭാരം പരിശുദ്ധ അമ്മ ലഘൂകരിച്ചു കൊടുത്ത് ഈശോയുടെ വലിയ അനുഗ്രഹവും കൃപയും ലഭിച്ച സാക്ഷ്യമാണിത്. ഈ മകൾ ഇവരുടെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു വലിയ ഒരുക്കത്തോടു കൂടെയാണ് അവരുടെ ദാമ്പത്യ ജീവിതം അവർ ആരംഭിക്കുന്നത് തന്നെയെന്ന് ചിന്നു ഇവിടെ ഏറ്റുപറയുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിതം തുടങ്ങിയപ്പോൾ വിവാഹത്തിന് ശേഷം 9 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ട്യൂബ് ശിശുവിനെ ലഭിക്കുകയുണ്ടായി. അവർ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. പക്ഷേ ആ കുഞ്ഞിനെ അവർക്ക് ലഭിക്കുക സാധ്യമായിരുന്നില്ല. അതിനുശേഷം വളരെ സങ്കടത്തോടെ ഓരോ പ്രാവശ്യവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടിക്ക് മുൻപ് ഈ മകളുടെ പ്രാർത്ഥന, പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഉണ്ണീശോ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഇങ്ങനെ ഒരു കുഞ്ഞിനെ നൽകണമെന്നുള്ള വലിയ സങ്കടത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. എപ്പോഴും പരിശുദ്ധ അമ്മയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരു സുഹൃതം ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആശ്രയം അമ്മ മാത്രമാണെന്നുള്ള ഒരു വലിയ കരച്ചിലോടുകൂടി വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഈ മകൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ വളരെ പ്രത്യാശയോടുകൂടി അവർ പ്രാർത്ഥിച്ചു. അവർക്ക് IVF അല്ലെങ്കിൽ ശാസ്ത്രീയമായ എല്ലാ കാഴ്ചപ്പാടുകളോടും അവർ വേണ്ടെന്ന് വെച്ചു. അവർ കൃത്യമായും ഈശോയിൽ ശരണപ്പെട്ടു തന്നെ യാതൊരു ആർട്ടിഫിഷ്യാലിറ്റിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള വലിയ ഒരു നിലപാട് ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് കൈവന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ഒരു ആശീർവചനം അതായിരുന്നു, നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ ആലയത്തിലേക്ക് വരണം. അതൊരു അഷുറൻസ് ആയിരുന്നു അവർക്ക് കുഞ്ഞിനെ ലഭിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ എപ്പോഴും അവർ പ്രാർത്ഥനയിൽ ഇവരുടെ ഉടമ്പടി ജീവിതം വളരെ കൃത്യമായി അവർ പാലിച്ചു. അതിൻ്റെ ഫലമായി അവർക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസം ജൂലൈ 16 അവർക്ക് കുഞ്ഞിനെ ലഭിക്കുകയും അവർക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സുഗന്ധാഭിഷേകത്തിലൂടെയും സ്വപ്നദർശനത്തിലൂടെയും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അതിനർത്ഥം പരിശുദ്ധ അമ്മ അവരുടെ കൂടെ, സഞ്ചാരി മാതാവ് അവരുടെ കൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലും നമ്മുടെ ഉടമ്പടി വളരെ കൃത്യമാണെങ്കിൽ, പക്കയാണെങ്കിൽ പരിശുദ്ധ അമ്മ അവർക്ക് എപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ചിന്നുവിൻ്റെയും ക്രിസ്റ്റുവിൻ്റെയും ജീവിതത്തിൽ അവർക്ക് ലഭിച്ചത് അത് തന്നെയാണ്. ഒരു കുഞ്ഞിനെ ലഭിച്ചതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തെ വളരെ ആത്മാർത്ഥമായ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഈശോയെ ആ കുഞ്ഞിനെ ഈശോയിലൂടെ വളർത്താനും പരിശുദ്ധ അമ്മയുടെ മാർഗദർശനങ്ങളെല്ലാം കൃത്യമായി ഏറ്റുവാങ്ങുവാനുള്ള ഒരു കൃപ അവർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ അവരുടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം ഒരു പ്രത്യേക ജീവിതാനുഭൂതി, ഒരു നല്ല സുഗന്ധാഭിഷേകത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളെപ്പോഴും പ്രബോധനങ്ങൾ ശ്രവിക്കണം, ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ധ്യാനത്തിൻ്റെ ഉടമ്പടിയുടെ അപ്ഡേറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴൊക്കെ ഉടമ്പടി ഉഴപ്പിയോ അപ്പോഴൊക്കെ നമുക്ക് ഈശോയിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കെപ്പോഴും കൃപയിൽ ജീവിക്കുവാൻ നമ്മെപ്പോഴും ഡെയിലി ബ്രെഡ് കൂടണം, ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം എന്ന് അച്ഛൻ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം. വിശ്വസ്തതയാണ് നമ്മെ എപ്പോഴും ഉടമ്പടി നമ്മുടെ വിശ്വസ്തതയുടെ മാറ്റുരച്ച് നോക്കുന്നത് നാം ഉടമ്പടിയിൽ അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതിലാണ്. നമ്മുടെ കാരുണ്യപ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ഈശോ ക്രിസ്തു കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായും ക്രിസ്തു നമ്മിൽ രൂപപ്പെടുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ചിന്നുവിനും ക്രിസ്റ്റോയ്ക്കും കുഞ്ഞിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല